ഒരു വർഷം മുമ്പ് ഫുട്ബോൾ കളിക്കളത്തുണ്ടായ പ്രശ്നങ്ങളാണ് ഇന്നിപ്പോൾ ആദിത്യൻ എന്ന 10ാം ക്ലാസ് വിദ്യാർത്ഥിയെ തല്ലിച്ചതയ്ക്കുന്ന നിലയിലോട്ട് എത്തിയിരിക്കുന്നത്. ഒരു സംഘം വിദ്യാർത്ഥികൾ, അതായത് ഈ ആദിത്യന്റെ സമപ്രായക്കാരായിട്ടുള്ളവരും കുറച്ച് മുതിർന്ന ആളുകളുമാണ് ഇത്തരത്തിൽ ആദിത്യനെ വീട്ടിൽ നിന്നും വിളിച്ചിറക്കി മർദ്ദിച്ചത്. ഒരു വർഷം മുമ്പ് എന്തായിരുന്നു സംഭവം നടന്നത്? ഇവര് 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഫുട്ബോൾ മത്സരം ഉണ്ടായിരുന്നു. അപ്പോൾ മാച്ചിൽ എതിർകക്ഷികൾ 2 പ്രാവശ്യം തുടർച്ചയായി തോൽക്കുകയും അതിന്റെ പകയെന്നുള്ളതിൽ തമ്മിൽ പരസ്പരം ചെറിയ പിള്ളേരായതുകൊണ്ട് പരസ്പരം കളിയാക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. അങ്ങനെ കളിയാക്കൽ അത് വെല്ലുവിളിയിലായി. പിന്നെ അത് പകയിലേക്ക് മാറി. ഇൻസ്റ്റാഗ്രാം വഴി ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളികൾ ഉണ്ടായെന്നാണ് പറയണത്. വെള്ളിയാഴ്ച വൈകുന്നേരം 4 മണി കഴിഞ്ഞപ്പോൾ അസീസ് സ്കൂളിൽ പഠിക്കുന്ന 14 വയസ്സുകാരൻ വന്ന് വീട്ടിൽ വന്ന് വിളിച്ച് പുറത്തേക്ക് ഇറക്കിയപ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് മറയത്ത് ഒരു 17-18 വയസ്സോളം പ്രായമുള്ള പിള്ളേര് ഒരു 3-4 ബൈക്കിന് 10-15 പിള്ളേരോട് നിന്നിട്ടുണ്ടായി. അവര് ഈ കൂട്ടത്തിൽ വളഞ്ഞു വെച്ച് മർദ്ദിക്കുകയും ജൂഡോ സ്റ്റൈലിലാണ് ഇടിച്ചത്, പഞ്ചിങ് മൂത്തിലൊക്കെ. എന്നിട്ട് ഇവനെ വട്ടം പൊക്കി 2 വീലർ കയറ്റി നേരെ വീടിന്റെ അടുത്തുനിന്ന് 3 കിലോമീറ്ററുള്ള ടർഫിലേക്ക് കൊണ്ടുപോയി കൂടെ ഉണ്ടായ പിള്ളേരെല്ലാരും കൂടി, അതായത് 14 വയസ്സുകാരാണ് എൻ്റെ മോൻ, അവന്റെ സമപ്രായക്കാരനും ഒരാളെ ഉണ്ടായുള്ളൂ. അവന്റെ കൂട്ടുകാരനും അവന്റെ ചേട്ടന്മാരുമാണ് ഇത് ഇടിച്ചത്. എന്നിട്ട് അവിടെ നിന്ന് ശേഷം അവനെ വലിച്ച് എടവനക്കാട് ബീച്ചിൽ കൊണ്ടുപോയാൽ ഇവനെ കൊന്നുകളയാന്ന് പറഞ്ഞ് വലിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ആ ടർഫിലുള്ള ജീവനക്കാരി ഓടി വന്ന് കരഞ്ഞ് ഒച്ചപ്പാടും ബഹളമൊക്കെ എടുത്തതിന്റെ പേരിൽ ആ ചെക്കനെ ഇവര് വിട്ട്. ണ്ടായ പ്രശ്നം എന്ന് പറഞ്ഞാൽ കളിക്കുന്നത് ഒരാളല്ല, ഫുട്ബോൾ ആകുമ്പോൾ ടീമായിട്ടുണ്ടാവും. അപ്പൊ ഈ നമ്മുടെ ഈ ആദിത്യനെ മാത്രം തിരയാനുള്ള ഒരു കാരണം എന്താ? അത് ഞാൻ ചോദിച്ചു. അപ്പൊ പയ്യനോട് ചോദിച്ചു. ഇവരെല്ലാവരെയും ഗ്രൂപ്പായിട്ട് വിളിച്ചിട്ട് തല്ലിയല്ലാനുള്ള പരിപാടിയായിരുന്നു. പക്ഷെ ഇവരെല്ലാരും ലൈനിൽ ഇവർക്ക് കിട്ടിയില്ല. വീട്ടിലപ്പോ ആരും ഉണ്ടായിരുന്നില്ല? വിളിച്ചുകൊണ്ട് പോകുമ്പോ വെള്ളിയാഴ്ച വൈകിട്ടല്ലേ വിളിച്ചുകൊണ്ട് പോകുന്നത്? വൈഫ് മാത്രമേ ഉണ്ടായുള്ളൂ. വൈഫ് ആശാ വർക്കറാണ്. പുള്ളിക്കാരത്തി ഫീൽഡ് വർക്ക് കഴിഞ്ഞിട്ട് വന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് മയങ്ങിപ്പോയി. അപ്പോഴാണ് ഈ പിള്ളേര് വന്ന് വിളിച്ചോണ്ട് പോയത്. എന്താ ആശുപത്രിയിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണോ? എന്താ? ഞാറക്കൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. തല CT സ്കാൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഞാറക്കൽ CI വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. യാതൊരു കാരണവശാലും പേടിക്കണ്ട, ഞങ്ങൾ ഒരാളെയും വെറുതെ വിടൂല. ഇത്രയും പിള്ളേരുള്ള കാരണം ഒരു 3 ദിവസം സമയം എനിക്ക് തന്നെ എല്ലാവരും വിഷലെടുത്തിട്ട് നമ്മളെല്ലാവരും വിളിച്ച് റെഡിയാക്കി നിങ്ങളെ വിളിക്കുക എന്നാ പറഞ്ഞത്. മനോജ് മാടശ്ശേരിക്കൊപ്പം വിഷ്ണു പ്രകാശ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.